ഓക്കെ ടീച്ചേഴ്സ്, നമ്മൾ ഈ 5 ദിവസം, ഒരു ദിവസം 2 മണിക്കൂർ വെച്ചാണ് നമ്മൾ ഈ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ AI ബേസിക് ആയിട്ടുള്ള ടൂൾസ് പരിചയപ്പെടുകയും പിന്നെ കുറച്ചധികം ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കും. അപ്പോൾ എൻ്റെ കോഴ്സിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും എൻ്റെ കോഴ്സിലേക്ക് ക്ഷണിക്കുക, വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഈ ബിക്കം എ സ്മാർട്ട് ടീച്ചർ എന്ന് പറയുന്ന ഇതിനകത്ത് കയറി ഫസ്റ്റ് ഡേ 1 എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ നമുക്ക് ഡേ 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണും. ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറി മറ്റ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡേ 1 എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമ്മളെ B7 എന്ന് പറയുന്ന ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പോകാം. ഇല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അങ്ങനെയും നമുക്ക് പ്രവേശിക്കാം. എന്നിട്ട് ഡേ 1 എടുക്കുക. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റോറി തയ്യാറാക്കാനാണ് പോകുന്നത്. AI സഹായത്താൽ ഒരു സ്റ്റോറി തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിനകത്തൊരു റാബിറ്റ് ഉണ്ട്. ഞാൻ എല്ലാവരും റാബിറ്റാണ് ചെയ്യുന്നത്. ഒന്ന് മാറ്റാം. ടൈഗറും മൗസും കൊടുക്കാം. ലയണും മൗസും കൊടുക്കാം. സേവ്. എന്താ ചെയ്യാൻ പോണേ? ഫസ്റ്റ് ChatGPT ഓപ്പൺ ആക്കുക. ChatGPT ഓപ്പൺ ആക്കാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബ്രൗസർ ഓപ്പൺ ആയി വരും. അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ChatGPT എന്ന് അടിച്ചു കൊടുക്കുക. ഗൂഗിൾ ChatGPT ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇനി ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ ChatGPT എടുക്കാം? ഇതുപോലെ ബ്രൗസർ എടുത്തിട്ട് ChatGPT കൊടുക്കാം. അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ആണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ChatGPT ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങനെയും ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്പൺ ആക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഒരു ChatGPT, അല്ലെങ്കിൽ ഏത് AI ഇൻ്റർഫേസ് ചാറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് AI ടൂളുകളും ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പുറത്തെ സൈഡിൽ ന്യൂ ചാറ്റ് കാണും. താഴെ നമ്മൾ ചെയ്ത വർക്കുകൾ, പിന്നെ അതിൻ്റെ ഫോൾഡർ ബൈ ഫോൾഡർ ആക്കി ഇടാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ചെയ്തിട്ടേക്കുന്ന ഇപ്പോൾ 4ാം ക്ലാസ്സിൻ്റെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാനുള്ള ഒരു ഫോൾഡറാണ്. ഇത് 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാനുള്ള ഫോൾഡറാണ്. ഇത് മാത്സിൻ്റെ വർക്ക്ഷീറ്റ് തയ്യാറാക്കുന്ന ഫോൾഡറാണ്. ഇതിനകത്ത് ന്യൂ ചാറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും പുതിയ പുതിയ ചാറ്റ് വരും. ഇങ്ങോട്ട് റീസെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത വർക്കുകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ ചാറ്റുകളാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ചെയ്ത കോൺവെർസേഷൻ, ChatGPT ഞാൻ നടത്തിയ ചാറ്റുകൾ നമുക്ക് ഇങ്ങനെ Excuse കാണാൻ പറ്റും. me, sir. യെസ് യെസ് ടീച്ചർ പറയൂ. കുറച്ച് ഹലോ sound ഹലോ 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 എൻ്റെ സൗണ്ട് ക്ലിയർ ഉണ്ടോ? ഹലോ ഹലോ എൻ്റെ എൻ്റെ സൗണ്ട് ഒരാൾ പറയണേ, എൻ്റെ സൗണ്ട് ക്ലിയർ ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നത് കുറവാണ്. കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഹലോ നമുക്ക് സൗണ്ട് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം ടീച്ചർ. ഞാനൊന്ന് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. സൗണ്ട് ക്ലിയർ ആണോ ഒന്ന് നോക്കി പറയാവോ? സൗണ്ട് ഇപ്പൊ എൻ്റെ സൗണ്ട് ക്ലിയർ ആണോ? ആ ഹലോ, ക്ലിയർ ആണോ ഇല്ലയോ? എസ് ഓർ നോ പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. ഓക്കെ ആണ്. യെസ്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ChatGPT കാര്യമാണ് പറഞ്ഞത്. ChatGPT എന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ AI ടൂളുകളും നമ്മൾ ചാറ്റിംഗ് റിലേറ്റ് ചെയ്ത്, ഇതിനെ ചാറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ AI അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ തുടക്കത്തിൽ ഇത് കൂടെ പറഞ്ഞു നിർത്താം. ഈ കാണുന്ന വെള്ള ഏരിയയാണ് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ചാറ്റ് ഏരിയയാണ്. നമ്മൾ പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. AI സോഫ്റ്റ്വെയർസിനോട് നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനെ പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മളെ പ്രോംപ്റ്റിംഗ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ ഈ AI സോഫ്റ്റ്വെയറുകളിലൂടെ നമുക്ക് കിട്ടും. പ്രോംപ്റ്റിംഗ് കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു കൂട്ടുകാരനുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാരിയോട് നമ്മൾ പറയണം എനിക്കൊരു പേന കൊണ്ട് തരൂ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ പേന ഇങ്ങനെ കൊണ്ടുവരൂ എന്ന് പറയുന്ന അതേ ലോജിക്കോട്, അതേ ലാഘവത്തോടു കൂടി നമുക്ക് AI നമ്മൾ ചോദിക്കുന്നു, അത് നമുക്ക് തയ്യാറാക്കി തരും. ഇനി അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമായിട്ട് പറയാനുള്ളത്. ഓക്കെ,
ഇത് എത്രത്തോളം കുഞ്ഞായിരിക്കുമോ അത്രത്തോളം നല്ലതാണ്. ഇനി പ്രോംപ്റ്റ് വലിയ നീളമുള്ള പ്രോംപ്റ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കായിരുന്നാൽ പോലും നമ്മളോട് ഒരാൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യൂ, ഇല്ലേ? അതേപോലെ തന്നെയാണ് എ ഐ. നമ്മളെ എത്രത്തോളം കുഞ്ഞ് പ്രോംപ്റ്റ് ആണോ കൊടുക്കുക എന്നാൽ അത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നത്. ഏറ്റവും മിനിമലിസ്റ്റിക് രീതിയിൽ ഏറ്റവും ചെറിയ വാക്കുകളാൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ കോഴ്സുകളിലൂടെ നമ്മൾ നേടാൻ പോകുന്നത്. ഇന്ന് നല്ല രസമുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ് നമുക്ക് ഉള്ളത്. ഇതിന് മുമ്പുള്ള ബാച്ചുകളിൽ 1 മണിക്കൂർ വെച്ചുള്ളതായിരുന്നു. ഈ 2 മണിക്കൂറുള്ള ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ നമുക്ക് ശരിക്കും എൻജോയബിൾ ആണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടാസ്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ടാസ്ക് എന്താ ചെയ്യുക? ടാസ്ക് 1, ക്രിയേറ്റ് മീ എ മോറൽ സ്റ്റോറി ഓഫ് ലയൺ ആൻഡ് മൗസ്. ലയൺ ആൻഡ് മൗസ് both are thick friends and I need total 5 sentences. എന്നോട് പറയാണ്, റിമെമ്പർ സ്റ്റോറി മസ്റ്റ് ബി കിഡ്സ് ഫ്രണ്ട്ലി. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് ഞാൻ സാറേ, പറയണം. നമുക്കിപ്പോ കാണുന്നത് ടൈഗർ ആൻഡ് റാബിറ്റ് ആണ്. അപ്പൊ അത് സാറാണോ എഡിറ്റ്? അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എവിടെ നിന്ന് എഡിറ്റ് ചെയ്തു? ഞാൻ ടൈഗർ റാബിറ്റിനെ ഞാൻ സേവ് ചെയ്യാൻ വിട്ടു. ഇപ്പോൾ കറക്റ്റായിട്ട് വരും. ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയതാണേ പ്രോംപ്റ്റിൽ. ഇപ്പം ലയൺ ആൻഡ് മൗസ് വന്ന് റീഫ്രഷ് ചെയ്യണം ടീച്ചറെ. ഓ, ഇപ്പോൾ ലയൺ ആൻഡ് മൗസ് വരും. ഹലോ മാഷെ, യെസ്, പറയൂ ടീച്ചർ. എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. ടീച്ചർ സമാധാനമായിട്ട് നിൽക്കും. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, സമാധാനമായിട്ട് ഇരിക്കും. ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് പറയാം. നേരത്തെ ക്ലാസ്സിൽ വരണ്ടേ ടീച്ചർ? എന്തോന്നു ടീച്ചറെ? ഞാൻ സൂമിന്റെ ഇത് ഉണ്ട് എന്ന് വിചാരിച്ചത് ഫോണില്. ഓക്കെ, നോ ഇഷ്യൂ. നമുക്ക് പറയാം. നമ്മള് ഇപ്പൊ പേപ്പറോ പെന്നോ പുസ്തകമോ അങ്ങനെ എന്തെങ്കിലും എല്ലാം എടുത്തോ. ബുക്കും പേപ്പറും ഒക്കെ എടുത്തോ. പറ്റുമെങ്കിൽ ലാപ്പ് ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഞാൻ ചെയ്യുന്ന പോലെ നോക്കി ലാപ്പും ഫോണും ഒക്കെ എടുത്തു വെച്ച് എന്നോടൊപ്പം ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും സുഖം. ഓക്കെ, ലാപ്പ് ഉണ്ട്. ശരി, ഓക്കെ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ സംസാരിച്ച് കഴിഞ്ഞിട്ട്. ഇതുപോലെ ഇടയ്ക്ക് ചോദിക്കാം, ഡൗട്ട് ചോദിച്ച് തന്നെ പോകണം. അപ്പം ഞാനിതിനെ കോപ്പി എടുത്തു. എനിക്ക് ലയണും മൗസിൻ്റെയും സ്റ്റോറിയാണ് വേണ്ടേ. ഞാൻ എൻ്റെ കോപ്പി എടുത്ത് ChatGPT വന്ന്, ChatGPT എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഒരു ലിങ്ക് കിടപ്പുണ്ട് ChatGPT, അതിൽ ക്ലിക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ChatGPT കൊടുക്കാം. ഫോണിൽ ഉപയോഗിക്കുന്നവർക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഗൂഗിളിൽ ChatGPT എന്ന് അടിച്ചാൽ അത് വരും, പെട്ടെന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂ ചാറ്റ് ആണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ന്യൂ ചാറ്റ് കൊടുക്കുക. ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും, ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളടുത്ത് ചോദിക്കും, ജിമെയിൽ ID ചോദിക്കും. നമ്മൾ ആദ്യത്തെ തവണ ചോദിക്കുമ്പോൾ ജിമെയിൽ ID ചോദിക്കും. നമ്മൾ ഫ്രീ യൂസർ ആയിരിക്കും. അപ്പം നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഏതിന്? ChatGPT ഉപയോഗിക്കുന്നതിന് പരിമിതി ഉണ്ടാവും. ഒരു 5-10 ചാറ്റ് ആകുമ്പോഴത്തേക്കും അത് ഇന്നത്തെ ഇത് കഴിഞ്ഞു, ഇനി നാളെ വരാൻ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ശരിയെന്ന് പറയുകയും ചെയ്യും. നമ്മൾ അടുത്ത രണ്ടാമതൊരു ജിമെയിൽ ID ഉണ്ടാക്കി വയ്ക്കും. അതിന് കയറി നമ്മൾ വീണ്ടും നമ്മുടെ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ AI ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഇമെയിൽ ID നമുക്ക് ഉണ്ടാവണേ. ഒന്നിൽ കൂടുതൽ ഇമെയിൽ ID ഉണ്ടെങ്കിൽ മാത്രമേ സുഗമമായി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ ചെയ്തത്, നമ്മളിവിടെ Day 1 ക്ലാസ് റൂമിനകത്ത് കിടക്കുന്ന പ്രോംപ്റ്റിനെ എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതൊരു ലയണിൻ്റെ മൗസിൻ്റെ സ്റ്റോറി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതിന് ഈ സെൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്തു തുടങ്ങും. എനിക്കൊരു പെട്ടെന്ന് ക്വിക്കായിട്ട് വിരലിനൊടിക്കുന്ന വേഗത്തിൽ ഒരു സ്റ്റോറി കിട്ടി. വൺസ് അപ്പോൺ എ ടൈം എ കൈൻഡ് ലയൺ ആൻഡ് ലിറ്റിൽ മൗസ് വെയർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ് എവറി ഡേ ദേ പ്ലേഡ് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റോറി നമുക്ക് കിട്ടി. സാറേ, എനിക്ക് വേറൊരെണ്ണം കിട്ടി. യെസ്, അതെ, അങ്ങനെ കിട്ടുള്ളൂ. ഓരോരുത്തർക്ക് ഓരോ സ്റ്റോറിയാ കിട്ടുക. ഇത് ഒരു യുണീക്കായിട്ട് വരത്തില്ല. ഇനി അടുത്ത എനിക്ക് ഇതിൻ്റെ ഇമേജ് ഉണ്ടാക്കണം. ഇമേജ് ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഇമേജ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പേസ്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഈ സ്റ്റോറി ഇപ്പം ഇതിൻ്റെ മെമ്മറിയിൽ ഇത്രയും സ്റ്റോറി കിടപ്പുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ലയൺ
ലയണും മൗസും കൂടെയുള്ള ഒരു ഇമേജ് കിട്ടണം. സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ സ്റ്റോറിയുടെ തീമൊക്കെ മാറ്റി വേറെ വേറെയൊക്കെ കൊടുക്കണം കേട്ടോ. ലയൺ മൗസ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കണം. പിന്നെ മലയാളത്തിൽ കൊടുക്കണം. ഇപ്പോൾ സ്റ്റോറി തയ്യാറായി വന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒൺസ് അപ്പോൺ എ ടൈം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇതിനകത്തുള്ള 2 ടാസ്ക്കാണ് നമ്മൾ ചെയ്തത്. ഇനി ഈ വന്ന ഇമേജിൽ എനിക്ക് ഒറ്റ സിംഗിൾ ഇമേജ് മതി. ഇതിപ്പോൾ 1 2 3 4 5 ഇമേജ് വന്നു. എനിക്ക് അത്രയൊന്നും വേണ്ട. ഐ നീഡ് സിംഗിൾ ഇമേജ് ഓഫ് ദിസ് സ്റ്റോറി. ഈ സ്റ്റോറിയുടെ ഒരു സിംഗിൾ ഇമേജ്. അപ്പോൾ അത് തയ്യാറാക്കി തരും. ഞാൻ ഇതും കൊണ്ട് ഇതിനകത്ത് കോപ്പി ചെയ്യാം. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് എഡിറ്റ്, പ്രോംപ്റ്റ് ടു ബി എന്ന് കൊടുക്കാം. പ്രോംപ്റ്റ് ടു ബി. എനിക്ക് ഇമേജ് വന്നില്ല സാറേ. ടീച്ചറിന് വന്നില്ല. വരും. മൊബൈലിലാണ് ഞാൻ ചെയ്തത്. മൊബൈലിലായിരുന്നാലും വരും. ഐ നീഡ് സിംഗിൾ. ഈ ഇമേജ് വന്നോ? ക്രിയേറ്റ് മീ ഇമേജ് ഇല്ല. ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. വന്നിട്ടില്ല, ഉറപ്പാണ്. ആ അവിടെ ടച്ച് ചെയ്തിട്ട് അത് ബ്ലിങ്ക് ആവുന്നില്ല. അത് അല്ല, ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടോ? ഇതിൽ ഇങ്ങനെ നടക്കുന്ന പോലെ പ്രോസസ്സ് നടക്കുന്നുണ്ടോ? എഴുതിയിട്ടുണ്ട് കുറച്ച്. എന്തോന്നാണ് എഴുതിയിരിക്കുന്നത്? ഷുവർ സെൻഡ് മീ എ സ്റ്റോറി ഓർ ഈവൻ ജസ്റ്റ് എ സീൻ ക്യാരക്ടേഴ്സ് ആൻഡ് ഐ വിൽ ക്രിയേറ്റ് ആൻ ഇമേജ്. അപ്പൊ അത് ഞാൻ ക്രിയേറ്റ് ആൻ ഇമേജ്, ക്രിയേറ്റ് മീ ഇമേജ് എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കണം. അതിന് ഇപ്പൊ വെളിയിൽ താഴത്തെ പ്രോംപ്റ്റിൽ കൊടുത്താൽ അതിനൊന്നും ഇതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രിയേറ്റ് മീ ഇമേജ്. ആ, ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണും നമ്മുടെ സ്റ്റോറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇമേജ് ഞാൻ എന്തായിരുന്നു പറഞ്ഞ? ഐ നീഡ് സിംഗിൾ ഇമേജ് ഓഫ് ദി സ്റ്റോറി. ആ സ്റ്റോറിയുടെ ഒരു സിംഗിൾ ഇമേജ് തരാൻ പറഞ്ഞു. സിംഗിൾ ഇമേജ് വന്നു. നല്ല രസമായിട്ട് എനിക്ക് കിട്ടി. ടീച്ചറെ പ്രോസസ്സ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. കിട്ടിയില്ല എന്ന് പറഞ്ഞ ടീച്ചറെ ഒരിക്കൽ കൂടെ ന്യൂ ചാറ്റ് കൊടുത്തിട്ട് ഒന്നേന്ന് കൊടുത്തു നോക്കൂ. ഇനി നമ്മളെ വാട്സപ്പിൽ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് വയ്ക്കുമോ എല്ലാവരും? നിങ്ങളുടെ വാട്സപ്പിനകത്ത് കയറിയിട്ട് ഈ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തിട്ടേക്കണം. ഇല്ലെങ്കിൽ ഇതിന്ന് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ. സിസ്റ്ററിന് കയറാൻ പറ്റിയില്ല. സിസ്റ്റർ സോന ക്ലാസ് തുടങ്ങിയോ കയറാൻ പറ്റിയില്ല. ഒന്ന് മീഡിയ വിസിബിലിറ്റി, ഇതിൻ്റെ അകത്ത് ഈ ബിക്കം എ സ്മാർട്ട് ടീച്ചർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മീഡിയ വിസിബിലിറ്റി ഫോണിൽ കാണും. ഫോണിൽ എന്തോന്നാണ് പേര്? ഫോണിൽ മീഡിയ വിസിബിലിറ്റി അത് നോ ആക്കി കൊടുക്കുക. എങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ മെമ്മറി ഫുൾ ആവില്ല. സിസ്റ്റർ കയറി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അതൊന്ന് മീഡിയ വിസിബിലിറ്റി ഒന്ന് നോ കൊടുത്ത് കിട്ടോ. എന്നിട്ട് നമ്മുടെ ഇതിനകത്തൊരു കൊടുത്തവരൊന്ന് കമൻറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. നമ്മുടെ ഈ ചാറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ചാറ്റ് ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് അതിനകത്തൊക്കെ ടൈപ്പ് ചെയ്യൂ. അത് നമുക്ക് ഇടയ്ക്ക് നോക്കാം. മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്തവർ ഓഫ് എന്ന് അടിച്ചു ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഇനി എന്നിട്ട് നമ്മൾ ഇതിനെ ഈ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഈ വന്ന റിസൾട്ടിനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇടണം. നമ്മളെ ഗ്രൂപ്പിനകത്തൊക്കെ ഷെയർ ചെയ്യണം. അതെങ്ങനെ ഷെയർ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തത് സ്റ്റോറി തയ്യാറാക്കി. ഒരു നമ്മുടെ ലയൻ്റെ മൗസിൻ്റെ ഫേമസ് സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നമ്മൾ തയ്യാറാക്കി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യാനുള്ളത്? ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ്
ഇമേജ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് എന്തായാലും അങ്ങനെ തന്നെ വേണം. ഈ പ്രോംപ്റ്റിൽ ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യണേ. വേണ്ട, അങ്ങ് കൊടുക്കാം. Ctrl+C. എനിക്കിന്ന് ഇമേജിനെയും സ്റ്റോറിയും കൂടെ കമ്പൈൻ ചെയ്യണേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ് ഇമേജ് എന്ന് പറയുന്ന പ്രോംപ്റ്റ് കൊടുത്തത്. നോക്കൂ, എന്ത് ചെറിയ ലൈൻസ് ആണ്, വളരെ കുറച്ച് വേർഡ്സേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇതിനെ വേർഡ്സിന് മറ്റൊരു പേര് പറയും. എന്താണ്? ടോക്കൺസ്. എ ഐയുടെ വേൾഡിൽ നമ്മളെ ഓരോ വേർഡ് ഉണ്ടല്ലോ, ഓരോ വേർഡ് ഓരോ ടോക്കണാണ്. എത്രത്തോളം കുറച്ച് ടോക്കൺ നമ്മൾ ഈ എ ഐക്കകത്ത് ടൂളുകൾക്ക് അകത്ത് കൊടുക്കുന്നു, അത്രയും ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മളിത് കമ്പൈൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ടാസ്ക് നമ്മൾ വിജയിക്കും. നോക്ക്, എനിക്ക് ഒരു സ്റ്റോറി തയ്യാറാക്കി തന്നു, പക്ഷെ എനിക്ക് അതിൽ നമ്പർ കിടപ്പുണ്ട്. ഐ ഡോണ്ട് വാണ്ട് നമ്പർ. അപ്പം എന്ത് ചെയ്യും? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? എനിക്ക് ഇതിൻ്റെ അത് നമ്പർ മാറ്റണം. എന്തായിരിക്കും ഞാൻ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്? എനിബഡി? ഏതെങ്കിലും ഒരു ടീച്ചർ പറയാവോ? ചാറ്റിലൂടെ പറഞ്ഞാലും നേരിട്ട് പറഞ്ഞാലും മതി. എന്തായിരിക്കാം? ഒന്ന് ഊഹിച്ച് പറഞ്ഞേ. എന്ത് പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നമ്പർ റിമൂവ് ചെയ്യും? ആരും ഇല്ലേ? 27 പേരുണ്ട് ക്ലാസ്സിൽ. ടീച്ചേഴ്സ്, ഊഹിക്കൂ. Create this story as a passage. അത്രയും കടുപ്പിച്ചൊന്നും കൊടുക്കണ്ട. റിമൂവ് നമ്പർ, അത്രേ ഉള്ളൂ. സിമ്പിൾ. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്വീറ്റ്. ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചർ. പറഞ്ഞ ടീച്ചറിന് താങ്ക് യു. റിമൂവ് നമ്പർ. റിമൂവ് നമ്പർ, അത്രേ ഉള്ളൂ. കുഞ്ഞൻ പ്രോംപ്റ്റ്. അപ്പോൾ അത് നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. ആ ചാറ്റൊക്കെ എടുത്ത് വെച്ച് ടൈപ്പ് ചെയ്യും ടീച്ചർമാരെ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചെയ്തിട്ട് അതിനെ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തോട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇത് കാരണേ 27 പേരുണ്ട്. 27 പേരുണ്ട്. പോളിഷിങ് ഡീറ്റെയിൽസ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷിങ് അപ്പ്. എനിക്ക് നമ്പരൊക്കെ ചെയ്തത് മോറലൊക്കെ ഉണ്ട് ഇതിനകത്ത്. ടൈറ്റിലും മോറലും ഒക്കെ അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. സാർ, എനിക്ക് ഇതുവരെയും പിക്ചർ വരുന്നില്ല. സ്റ്റോറി വരുന്നുണ്ട്, പക്ഷെ പിക്ചർ വരുന്നില്ല. അത് എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ആണോ? ക്രിയേറ്റ് ഇമേജ് എന്ന് കൊടുക്കണം. ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ക്രിയേറ്റ് ഇമേജ് നമുക്കത് കണ്ടുപിടിക്കാം. അങ്ങനെ വിടാൻ പറ്റില്ല. എൻ്റെ സ്റ്റോറി ഇതാ കിട്ടി. ആ നമ്പർ എത്ര റിമൂവ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് ഒരു ഇല കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ എനിക്ക് ഇനി കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കും. സേവ് ഇമേജസ് കൊടുത്തിട്ട് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് സേവ് ചെയ്യും. ഞാൻ ഡൗൺലോഡിൽ സേവ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തു. ഡൗൺലോഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് പിക്ചർ. ഡൗൺലോഡിൽ ഏറ്റവും അവസാനം വന്നത് ഇതായിരിക്കും. ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഈ ഇമേജ്, ഞാൻ തയ്യാറാക്കിയ ഇമേജ് വരും. ഇനി ഫോണിൽ ഉപയോഗിക്കുന്നവർ എങ്ങനെ ഷെയർ ചെയ്യും? അതിനകത്തൊരു ഷെയർ ബട്ടൺ ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്യരുത്. പകരം ആ പിക്ചറിൽ ഇങ്ങനെ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കാം. ആ പിക്ചറിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്തൊരു കുറച്ച് സന്ദേശം കാണിക്കും. അതിനകത്ത് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ കൊടുത്ത്
പറ്റുന്നുണ്ടോ ഒന്ന് പറയൂ ടീച്ചേഴ്സ്. സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫോണിൽ ഗാലറി ഡൗൺലോഡ് ക്ലിക്ക്? ഇമേജ് എന്നല്ലേ സാർ? ആ ഓക്കെ, അത് തന്നെ അത് തന്നെ. സേവ് എന്ന് പറഞ്ഞെങ്കിൽ ആ മീനിങ് ആണ് ഉദ്ദേശിച്ചത്. തെരേസ ആൻഡോ ടീച്ചറിന്റെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. മാഷി ടീച്ചറിന് പ്രോംപ്റ്റ് എവിടുന്ന എടുക്കണത്? മറ്റേ ഗൂഗിൾ ക്ലാസ് ക്ലാസ് റൂം. റൂം? യെസ്. എങ്ങനെ എടുക്കാം? അല്ല, എങ്ങനെ ഞാൻ എടുക്കാം? നമ്മുടെ ക്ലാസ് കാണുന്നത് വാട്സപ്പ്. ഫോണിലും പിന്നെ ലാപ്പ് ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ലാപ്ടോപ്പിൽ മൊബൈലിൽ നോക്കിയിട്ട് ലാപ്ടോപ്പിൽ ചെയ്യണതല്ലേ നല്ലത്? അതല്ലേ സൗകര്യം? അതാ ഏതാ നിങ്ങളുടെ സൗകര്യം? അല്ല, എങ്ങനെയാണ് ഞാൻ ടീച്ചറിന് മാഷിന്റെ ക്ലാസ് കാണുന്നത് ഫോണിലാണ്. ലാപ്പ് അതായിരിക്കും നല്ല ഓണാക്കി ചെയ്യുന്നത്. വെച്ചിട്ടുണ്ട്. അതാ. ആ അപ്പോൾ ലാപ്ടോപ്പിൽ ആദ്യം നിങ്ങൾ ഗൂഗിൾ എന്ന് അടിക്കണം. ഗൂഗിൾ ഗൂഗിൾ അടിച്ച് ഗൂഗിൾ അടിച്ചിട്ട് ക്ലാസ് റൂം അടിക്കും. ആദ്യം ചാറ്റ് GPT ഓൺ ചെയ്യണ്ടല്ലേ? GPT ഒരു സൈഡിൽ കിടന്നോട്ടെ. നമുക്ക് ഈ ഒരുപാട് ബ്രൗസർ ഉപയോഗിക്കാം. അതിനാണ് ഉണ്ടാവും സ്ക്രീനിൽ കാണുന്നില്ലേ, ഇതുപോലെ ഒത്തിരി ബ്രൗസറുകൾ ഉപയോഗിക്കാം. അതിനകത്ത് ഗൂഗിൾ എടുത്ത് ഇങ്ങനെ ഗൂഗിൾ അടിക്കണം. ഓക്കെ. അതിൽ ചാറ്റ് ഗൂഗിൾ ജി പി ക്ലാസ് റൂം എന്നാണ്. സോറി, ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം എന്ന് അടിക്കണം. ഗൂഗിൾ ഓക്കെ, ക്ലാസ് ഗൂഗിൾ റൂം എന്ന് ക്ലാസ് റൂം. അടിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഇമെയിൽ ID ഉപയോഗിച്ചതിന് മുന്നേ എന്ത് ചെയ്തിരിക്കണം? ലോഗിൻ ആയിരിക്കണം. ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വ്യൂവിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ കിട്ടണം. B7 എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. B7 എന്ന് പറഞ്ഞ് ഇതിനകത്ത് പിള്ളേരെയും കൊണ്ടാണ് പഠിക്കാൻ വന്നത്. കോഴ്സ് ഉണ്ട്, ഡേ 1 ഉണ്ട്. അതിൽ ഡേ 1 ആണ് എടുക്കേണ്ടത്. ഡേ 1 എടുക്കുമ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സ്റ്റോറീസൊക്കെ വേറെ വേറെ രീതിയിലൊക്കെ പരീക്ഷിച്ച് ഇമേജുകളൊക്കെ ജനറേറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ പണി നമ്മൾ കഴിഞ്ഞു. അതൊന്ന് ഒരിക്കൽ കൂടെ പറയാം. ആദ്യം ഞാൻ ഈ ക്രിയേറ്റ് മീ എ മോറൽ സ്റ്റോറി ലയൺ ആൻഡ് മൗസ് എന്ന് പറയുന്ന പ്രോംപ്റ്റ് ആദ്യം കൊടുത്തു. അപ്പോൾ എനിക്കൊരു സ്റ്റോറി തയ്യാറാക്കി തന്നു. ഈ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ സ്റ്റോറി. ഇനി അടുത്തത് അതിനെ ക്രിയേറ്റ് മീ ഇമേജ് ബേസ്ഡ് ഓൺ ദി സ്റ്റോറി. ആ സ്റ്റോറി ബേസ് ചെയ്തിട്ട് എനിക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇമേജ് എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് 3-4 ഇമേജിനെ കമ്പൈൻ ചെയ്താണ് തന്നത്. എന്നോടൊപ്പം സ്റ്റോറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് തന്നെ ചേഞ്ച് വരുത്താം. ഐ നീഡ് സിംഗിൾ ഇമേജ് ഓഫ് ദി സ്റ്റോറി. ഇതിൻ്റെ ഒരു സിംഗിൾ ഇമേജ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചാറ്റ് GPT എനിക്ക് സിംഗിൾ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി അടുത്ത അവസാനത്തെ മൂന്നാമത്തെ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. ക്രിയേറ്റ് ആൻ ഇമേജ് ആൻഡ് കമ്പൈൻ ബോത്ത് സ്റ്റോറി ആൻഡ് ഇമേജ്. ആ സ്റ്റോറിയും ഇമേജും കൂടെ കമ്പൈൻ ചെയ്യാൻ പറഞ്ഞു. കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റോറി, നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉള്ള മോഡൽ ഒരു സ്റ്റോറിയും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വന്നു. ഇനി എനിക്കിനി ഇത് മലയാളത്തിൽ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഗിവ് മീ മലയാളം വേർഷൻ. നോക്കട്ടെ, അത് മലയാളം വേർഷനിലാക്കി തരുമോ? ഇനി ഇതിനെ മലയാളീകരിക്കുകയാണ്. സാറേ, ഞാൻ ഒന്ന് ലാപ്പിൽ ചെയ്യാൻ പോവുകയാണ്. സാർ ഒന്ന് എനിക്ക് ഒന്നുകൂടെ പറഞ്ഞു തരും. ധൈര്യമായിട്ട് ഗൂഗിൾ ഏതായാലും തീർച്ചയായും ഇച്ചിരി ധൈര്യമായിട്ട് ചെയ്യും. നമ്മൾ അല്ല, എത്ര പേരുണ്ടോ? ഗൂഗിളില് എന്താ സെർച്ച് ചെയ്യാനുള്ള? ഗൂഗിൾ ക്ലാസ് എന്നാ? ക്ലാസ് റൂം എന്ന് അടിച്ചു നോക്കണം. തെരേസ ടീച്ചറിന് ശരിയായി. 27 പേരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ എന്ത് വേണം?
ഉം. മലയാളം കുറച്ച് പാടാണ് ചാറ്റ് ജി പി ടി. ഇനി ചാറ്റ് ജി പി ടിയിൽ ചെയ്ത് നമുക്ക് ജെമിനി എന്ന് പറഞ്ഞ മറ്റൊരു ടൂളും കൂടെ ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജെമിനിയും ഉപയോഗിക്കാം. ഇത് ഗൂഗിളിൻ്റെ ആണ് ഈ ജെമിനി എന്ന് പറയുന്ന ഇത്. ഇതിനകത്ത് ചാറ്റ് ജി പി ടി ചെയ്ത എല്ലാ കാര്യവും ജെമിനിയിൽ കൊടുക്കാം. അതിൽ ഈ പ്രോംപ്റ്റ് ഏരിയ ഉണ്ട്. ഇതെല്ലാം സെയിം ആണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. സംഭവമൊക്കെ സെയിം ആണ്. ഈ പറഞ്ഞ എല്ലാ കാര്യവും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ജെമിനിയിൽ മറ്റൊരു പ്രത്യേകത, ഇത് കുറച്ചും കൂടെ മലയാളം നല്ലത് ജെമിനിയാണ് ചാറ്റ് ജി പി ടിയേക്കാളും. ഇപ്പൊ 2 ദിവസമായിട്ട് ഇതൊരു തെറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ചാറ്റ് ജി പി ടിയും ഇമ്പ്രൂവ് ആയി എന്നാണ്. സിംഹവും എലിയും, ഇത് സത്യസൗഹൃദത്തിന്റെ കഥ. അങ്ങനെ കുറേ തെറ്റുകൾ വരും. നമ്മളത് പിന്നീട് കറക്റ്റ് ചെയ്യും. നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പം നമ്മൾ നോക്കും. ഒരു കാട്ടിൽ ഒരു സ്നേഹശീലനായ സിംഹവും ഒരു ചെറിയ എലിയും ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമില്ല, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അവർ എല്ലാ ദിവസവും ഒരുമിച്ച് കളിക്കും, ഭക്ഷണം പങ്കിടും, മറ്റു മൃഗങ്ങൾക്ക് സഹായിക്കും. മറ്റു മൃഗങ്ങളെ എന്ന് വരുന്നതല്ലേ കുറച്ചും കൂടെ നല്ല. നോക്കാം, ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ പാഠം എന്ന് പറയുന്ന സാധനത്തിനെ എനിക്ക് മാറ്റിയിട്ട് ഗുണപാഠം എന്നാക്കണം. അങ്ങനെ ഒരു കറക്ഷൻ നമുക്ക് ചെയ്ത് പഠിക്കാം. എന്ത് ചെയ്യാം, ഞാൻ ഈ ചുവന്ന ഇതിൽ പാഠം ഒന്ന് കിടപ്പുണ്ട്. ടീച്ചർ ആ മൈക്കൊന്ന് ഓഫ് ചെയ്യോ? മൈക്ക് ഓൺ ആണ്, അല്ലെങ്കിൽ ഞാൻ ഓഫ് ചെയ്യാം. മ്യൂട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യാം? മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നോ ഇഷ്യൂ. ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്താ ചെയ്യണം? ഒന്നുമില്ല, മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞ ഒരു കീബോർഡ് ടൈപ്പ് ചെയ്യും. ഗൂഗിൾ എടുത്തിട്ട് മംഗ്ലീഷ്. ഇതൊക്കെ ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ട് മംഗ്ലീഷ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മംഗ്ലീഷ് കീബോർഡ് വരും. ഇത് തന്നെ വേണമെന്നില്ല, മംഗ്ലീഷ് പോലെ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം എടുത്താൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് വേണ്ട സാധനം ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്താൽ അത് മലയാളത്തിൽ വരും. ഗുണപാഠം. ആദ്യം പാഠം ഒന്ന് അടിക്കാം. പാഠം, 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 പട്ടം. ആ, ഇത് പാഠം. ഗുണപാഠം, ഗുണപാഠം. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ട. ഈ പാഠം മാറ്റിയിട്ട് ഗുണപാഠം വെക്കാം. അപ്പോൾ അങ്ങനെ സിംഗിൾ റീപ്ലേസ് ഒരു 2 കൂടെ ഇട്ട് കൊടുക്കാം. 2. ഇപ്പോൾ ഈ പാഠം മാറി ഗുണപാഠം എന്ന് വരുമോ നോക്കട്ടെ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് കൂടെ ഒക്കെ ഒന്ന് വെച്ചോ. ശരിയാവോ എന്ന് ഉറപ്പില്ല, ഒരു ട്രൈ. പതിനൊന്ന് മണിയായി. 11:30 ആകുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുവേ. കാരണം ഇത് 1 മണിക്കൂറിൽ കൂടുതൽ ഈ റെക്കോർഡിംഗ് പറ്റില്ല. അപ്പം റെക്കോർഡിംഗ് 2 വീഡിയോ ആയിട്ട് വരും. ഇപ്പോൾ എന്നോടൊപ്പം ചെയ്യുന്ന ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റും. വീഡിയോ അവൈലബിൾ ആയിരിക്കും സാറേ. ഏതാ? ലാസ്റ്റ് നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഓ വീഡിയോ നമുക്ക് ഓ ഗ്രൂപ്പിൽ ഇത് തന്നെ ഇടയ്ക്ക് ഫസ്റ്റ് വീഡിയോ ഇതിനിടയിൽ തന്നെ അങ്ങ് ഇട്ടുതരാം. ഓക്കെ മാഷെ. അപ്പൊ എനിക്ക് ഒരു അപ്ലോഡാ. പുറത്ത് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ചോദിച്ചതായിരുന്നു. ആ കുഴപ്പമില്ല. വീഡിയോ ഒന്ന് എല്ലാ ക്ലാസ്സിനും കിട്ടും കൃത്യമായിട്ട്. വീഡിയോയ്ക്ക് കുഴപ്പമില്ല. എങ്കിലും നമുക്ക് ഈ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ നമ്മൾ പിന്നീട് മടിച്ചു പോകും.
മനുഷ്യരല്ലേ, നമ്മൾ പല തിരക്കുകളുടെ ഇടയിലും മടിച്ചു പോകും. ഏറ്റവും ബെസ്റ്റ് ലൈവായിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് ഇതിനെ കൂടെ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചെയ്യുന്നവരുണ്ട്, പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഈ ടീച്ചറിന് അത്യാവശ്യം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ, എല്ലാം മുന്നോട്ട് പോകണമല്ലോ. സോറി സാർ, ഇന്നൊരു ദിവസത്തേക്ക് ഒരു എക്സ്ക്യൂസ്. ആ കുഴപ്പമില്ല കുഴപ്പമില്ല, നടക്കട്ടെ. സർ ആ എഡിറ്റ് ചെയ്യുന്നൊന്ന് ഒന്നുകൂടെ പറയൂ, നമ്മളെ തെറ്റുകൾ. തീർച്ചയായും. ഇതാ വന്നു ഗുണപാഠം. ഇതിൽ എഡിറ്റ് ഇതിൻ്റെ ഇടയിൽ കയറി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് വലുതായി മറ്റൊരു ഇതിലാക്കി തരാം. ഞാൻ എന്താ ചെയ്തേ, സേവ് ചെയ്തു. അതൊന്ന് സേവ് ചെയ്തത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചിട്ട്. ഇവിടെ വന്നു കേട്ടോ, ഗുണപാഠം. എഡിറ്റ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് എനിക്ക് വേണ്ട ആദ്യം ഒരു സാധനം ഞാൻ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് മംഗ്ലീഷ് കീബോർഡ് ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് ഇതെന്താ ഗൂഗിൾ എടുത്തിട്ട് അതിനകത്ത് മംഗ്ലീഷ് എന്ന് അടിച്ചു കൊടുത്തു. MANGLISH മംഗ്ലീഷ്.ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ ആപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് ഞാൻ മലയാളത്തിൽ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്തു. അത് മലയാളമായിട്ട് ഇത് മാറ്റിത്തരും. സുഖമാണോ ഉണ്ടോ? അപ്പോൾ അതിനകത്ത് കുറേ 6 സജഷൻസ് ഉണ്ട്. ഇതിൽ കറക്റ്റായിട്ടുള്ളത് നമ്മൾ സെലക്ട് കൊടുക്കുകയാണെങ്കിൽ അത് വരും, സുഖമാണോ. ഇനി അതിനകത്ത് മറ്റെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമുക്ക് തിരുത്താം. ഈ സിംഹവും എലിയും എന്ന് പറഞ്ഞ് കിടക്കുന്ന അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഒരു സത്യസൗഹൃദത്തിൻ്റെ കഥ, അതിനെ ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കാം. യെസ് പറഞ്ഞോളൂ. ഈ പിക്ചറിൽ നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെ കാണാം? നമ്മള് അതിൽ എഡിറ്റ് ഉണ്ട്. ഈ പറഞ്ഞ എഡിറ്റ് എന്ന് പറഞ്ഞ ഇതിപ്പോ ഫോണിലാണോ ടീച്ചർ ഉപയോഗിക്കുന്നത്? അതെ. ആ, ഫോണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എഡിറ്റ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എഡിറ്റ് ഓപ്ഷനിലല്ല ഞാൻ ചെയ്തത്. ഞാൻ താഴത്തെ പ്രോംപ്റ്റ് ഇല്ലേ, അവിടെ ടൈപ്പ് ചെയ്താണ് ചെയ്തത്. അവിടെ നമ്മളത് മാറ്റണം എന്ന് പറയാ ചെയ്യാം. അതിൽ കൊടുത്താണ് ഞാൻ ചെയ്തത്. എഡിറ്റ് ഓപ്ഷൻ തന്നെ വേണമെന്നില്ല. എഡിറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതെന്നേ ഉള്ളൂ. ഞാൻ എഡിറ്റ് അവിടെ ഓപ്ഷൻ നമ്മൾ ഇല്ലാതെ പ്രോംപ്റ്റ് തയ്യാറാക്കണം അല്ലേ? ഇത് ഞാൻ ഇപ്പൊ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാക്കും. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സൗഹൃദത്തിന്റെ കഥ. സൗഹൃദത്തിന്റെ കഥ അങ്ങനെ തന്നെ അതിൽ വന്നു. റീപ്ലേസ് അവിടെ ടൈപ്പ് ചെയ്ത് ഞാൻ കഥ എന്ന് കൊടുത്തിട്ട് ഒരു സത്യസൗഹൃദത്തിന്റെ കഥ മാറ്റിയിട്ട് ഗുണപാഠ കഥ, പാഠാണ് കൊടുത്താല് പാഠ കഥ, ഒരു ഗുണപാഠ കഥ എന്ന് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കോപ്പി ചെയ്തിട്ട് സൗഹൃദത്തിന്റെ കഥ, ഗുണപാഠ കഥ ഇത്രയും കോപ്പി എടുത്തിട്ട് ഇതെങ്ങനെ എടുത്തേ, ഈ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു. ഇല്ലെങ്കിൽ താഴെ കൊടുത്താലും കിട്ടും. റീപ്ലേസ് ഒന്ന് ആദ്യം അടിച്ചിട്ട് ഇതിനെ പേസ്റ്റ് ചെയ്ത് ടു എന്ന് കൊടുത്താൽ മതിയായിരുന്നു. നോക്കട്ടെ മാറുമെന്ന്. നേരത്തെ 2 എന്നല്ലേ കൊടുത്തേ? 2 കൊടുത്താൽ മതിയായിരുന്നു. നോക്കാം. ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ടാസ്കിലും, ഈ കാണുന്ന എല്ലാ ടാസ്കിലും ഇതാണ് പരിപാടി. ഇനി നമുക്ക് നോട്ടുകൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. റീഡിംഗ് കാർഡ് തയ്യാറാക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ ഒരു മാത്സിൻ്റെ വർക്ക്ഷീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന പരിപാടി.
ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരു ഗ്രൂപ്പുകളിലും ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക. നമ്മൾ ഒരു ഗ്രൂപ്പുകളിലും എനിക്ക് ടീച്ചിങ് മാനുവൽ വേണം, അല്ലെങ്കിൽ എനിക്ക് നോട്ട് വേണം, വർക്ക്ഷീറ്റ് വേണം, അതൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരെ ഇത് അടുത്ത് പറയും, ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അത് ജെമിനി അല്ലെങ്കിൽ അതുപോലെ സോഫ്റ്റ്വെയറുകളിൽ നമ്മൾ പറഞ്ഞ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തയ്യാറാക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് കിട്ടും. വളരെ സിമ്പിളാണെന്ന് നിങ്ങൾ എന്നെ കണ്ണിൽ കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു. ആർക്കും ചെയ്യാം, ഒരു പാടുമില്ല, വളരെ എളുപ്പം. ഇതിലെല്ലാ ടാസ്കും അങ്ങനെയാണ്. പിന്നെ കുറച്ച് മാത്രം ഇടയ്ക്കൊരു വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടും. പക്ഷേ ബുദ്ധിമുട്ടി നിങ്ങൾ മെനക്കെട്ടാൽ, എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നിങ്ങളുടെ ടീച്ചിങ് മുന്നോട്ട് പോകും. സർ, 2-3 സെന്റൻസിൽ ഓരോ വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനും ഓരോന്നാ കൊടുക്കുക, റീപ്ലേസ് എന്ന് പറഞ്ഞാൽ. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഒത്തിരി തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഗുണപാഠ കഥ വന്നേ. ഇപ്പൊ ഇതില് ബെറ്റർ ആണ്. മുമ്പ് ഇതിനേക്കാളും ഒരുപാട് തെറ്റ് വരുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് നല്ല വന്നിട്ടുണ്ട് ചാറ്റ് ജി പി ടിയിലെ. ഒരു സമയം നമ്മളപ്പോ ഒന്നല്ലേ പറയാൻ പറ്റൂ? ഒന്ന് കൊടുക്കുന്നതായിരിക്കും നല്ല. ഇനി ഓക്കെ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഒത്തിരി കാണും. ഓക്കെ, നമുക്ക് ആ സ്റ്റോറിയുടെ ടാസ്ക് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ന്യൂ ചാറ്റ് എടുത്ത് നിർത്തും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി രണ്ടാമത്തെ നമ്മുടെ ടാസ്ക്കായ ക്ലാസ് നോട്ട് തയ്യാറാക്കുക. നമുക്ക് ക്ലാസ് നോട്ടോ ലെസൺ നോട്ടോ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടാവണം. അതിൻ്റെ ഒരു ഇമേജ് നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ള ഒരു ഫോട്ടോസ് എടുക്കാം. അതിനെ ഫോട്ടോ എടുത്തിട്ട് അതിനെ നമ്മൾ ഈ ചാറ്റ് ജി പി ടിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയോ ജെമിനിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിനെ ഇമേജിനെ ടെക്സ്റ്റ് ആക്കി തരാൻ പറയും ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാണുന്ന കൈ കൊണ്ട് എഴുതിയ സാധനം അത്രയും ടെക്സ്റ്റ് ആയിട്ട് മാറും. ഇനി അതിനെന്ത് ചെയ്യും? എന്നിട്ട് അതിനെ മറ്റൊരു രൂപത്തിലാക്കി തരാൻ പറയും, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള. ഓക്കെ, ഈ ഒരു ലോജിക്ക് ഏതിൽ വേണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. നോട്ടെന്നല്ല, ക്വസ്റ്റ്യൻ എന്നല്ല, എന്ത് കാര്യത്തിനായിരുന്നാലും നമ്മുടെ കയ്യിലൊരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിനെ നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ്. എന്ത് വേണം ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നോട്ട്ബുക്കുകളോ ഗൈഡ് എടുക്കാം, ലേബറിൻ്റെ ഉണ്ടെങ്കിൽ ലേബറിൻ്റെ എടുക്കാം, ഇനി ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ സ്റ്റോറി എടുക്കാം, കൈകൊണ്ട് എഴുതിയതോ പ്രിൻ്റഡ് ആയിട്ടുള്ളോ എന്തും ക്ലിയർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന ഇമേജ് ക്ലിയർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം നമുക്ക് സാമ്പിൾ നോക്കാം. ഞാൻ ഗൂഗിൾ എടുക്കുകയാണേ. google.com എടുത്തിട്ട് ഇതിനകത്ത് കുറേ നോട്ടുകൾ കാണാം, ഏതെങ്കിലും ആരെങ്കിലും തയ്യാറാക്കി വെച്ചിട്ടുള്ള. ഒരു ഇംഗ്ലീഷിൻ്റെ നോട്ട് എടുക്കുകയാണ്. ഇംഗ്ലീഷ് നോട്ട് സ്റ്റാൻഡേർഡ് 2. ഇപ്പോൾ ഏത് വേണം, ഇന്ത്യയിലുള്ള ഏത് വേണമെങ്കിലും വരാം. ഇമേജാണ് എടുക്കുന്നത്, ഇമേജ്. അപ്പോൾ നൗണുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ട് ഇതാ കിടപ്പുണ്ട്. ഇതെന്താ കൈകൊണ്ട് എഴുതിയ ഒരു നോട്ട് കിടക്കുന്നത്? സെക്കൻഡ് ടേം അസൈൻമെൻ്റ് ആണ്. അത് നമുക്ക് എടുക്കണ്ട. നമുക്ക് ഒന്ന് ചെയ്ത് പഠിക്കാനായിട്ടാണല്ലോ. ഇതെന്ത് നോട്ടാ? വാട്ട് ആർ ഔട്ട്ഡോർ ഗെയിംസ്? ഇതൊരു ഔട്ട്ഡോർ ഗെയിംസിനെ കുറിച്ച് പറയുന്നതാണ്. നാഷണൽ ഗെയിം, വാട്ട് ഈസ് അവർ നാഷണൽ ഗെയിമിനെ കുറിച്ച് പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് നെയിമിംഗ് വേർഡ്സ്. മൈ അങ്കിൾ ഈസ് റീഡിങ് എ ഡാഷ്. ഐ ആം സ്ലീപ്പിംഗ് ഓൺ എ. ഇതാണെങ്കിലോ സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസസ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരെണ്ണം കിട്ടുന്നില്ല. അവസാനം നൗണിൽ തന്നെ വന്ന് നിൽക്കുമോ? ഓക്കെ, നമുക്ക് നൗണിൽ തന്നെ വന്ന് നിൽക്കാം. ഈ നൗണിൻ്റെ ഈ ഇമേജിനെ ഞാൻ എന്ത് ചെയ്യാൻ പോണു? അതിനെ ഒന്ന് വലുതായി കാണുകയാണേ. ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് കൊടുത്തു. ഇത്രയും പാടില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ഇമേജ് കിട്ടിയാൽ മതി. ഓക്കെ, ഈ നൗണുമായിട്ട് ബന്ധപ്പെട്ട നൗൺ എന്താണ്? എവറിത്തിങ് ഇൻ ദ വേൾഡ് ഹാസ് എ നെയിം, ഓൾ നെയിംസ് ഓർ നെയിമിംഗ് വേർഡ്സ് ആർ നൗൺ എന്ന് പറഞ്ഞ ഒരു സാധനം. അതിൻ്റെ ഒരു കോപ്പി എങ്ങനെ എടുക്കും? എവിടെയുണ്ട് കോപ്പി ഇമേജ്. എന്നോടൊപ്പം ലാപ്ടോപ്പിൽ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ കാണുന്ന ഏതെങ്കിലും ഒരു നോട്ട് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഇതിന് കോപ്പി ഇമേജ് കൊടുക്കുക.
കഴിഞ്ഞു. ഇപ്പോൾ കോപ്പി ആയി, ഇമേജ് കോപ്പി ചെയ്തു, ആ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് ഒരുപാട് ബ്രൗസർ ഓപ്പൺ ആക്കി ഇടണ്ട, ആവശ്യമില്ലാത്തൊക്കെ ക്ലോസ് ചെയ്യാം. ഇനി ചാറ്റ് GPT എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് കൊടുക്കും. അവിടെ നിന്ന് കോപ്പി എടുത്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാം. ഇനി നിങ്ങളുടെ നിങ്ങൾ എടുത്ത ഫോണിലുള്ള ഫോട്ടോസാണ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡിലൊക്കെ കിടക്കണുണ്ടാവുമല്ലോ, ഇപ്പം നിങ്ങൾ കൈയോടെ എടുക്കുന്ന ഫോട്ടോ ഇതിനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അതെടുത്താൽ ഇവിടെ ഇതുപോലെ വന്ന് ആഡായി കിടക്കും. ഇനി ഇതിനെ നമ്മൾ വായിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് നമ്മുടെ ഇവിടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇമേജ് ടു ടെക്സ്റ്റ്, ഇത്രേ ഉള്ളൂ. ഇമേജ് ടു ടെക്സ്റ്റ്. അപ്പോൾ ആദ്യം ഇതിനെ ഇമേജിനെ ടെക്സ്റ്റ് ആക്കി ഇപ്പം മാറ്റിത്തരും. പണി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സാധ്യതകൾ ഒരുപാടാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കണം എന്ന് വെച്ചു. അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ ഒരു ചെറിയൊരു അബ്സ്ട്രാക്റ്റാണ് തയ്യാറാക്കിയെങ്കിൽ അതിന് ഇതുപോലെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ട് ഈ പറയുന്ന ചാറ്റ് GPT ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു 10x ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ ഐഡിയാസ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഈ നൗണിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് ഈ കാണിക്കുന്നത്. എനിക്ക് എന്താ വേണ്ട, ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം. ഈ സിമ്പിളായിട്ടുള്ള സാധനത്തിനെ ഡീറ്റെയിൽ ആയിട്ട് വേണം. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു വെർഷൻ ഇതിനെയൊക്കെ മാറ്റിയിട്ട് എക്സാമ്പിളൊക്കെ മാറ്റിയിട്ട് മറ്റൊരു വെർഷൻ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ അത് തയ്യാറാക്കി തരും. കണ്ടോ, ഇമേജിനെ ടെക്സ്റ്റ് രൂപത്തിലാക്കി കിട്ടി. ഇത് ഒരുപാട് സാധ്യതകളാണ്. ഇത് പല രീതിയിൽ നമ്മൾ ചെയ്യും. ഐഡിയ ഇത്രേ ഉള്ളൂ. ഒരു സാധനം അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇമേജ് ടു ടെക്സ്റ്റ് ആക്കി മാറ്റി. ടെക്സ്റ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണേ നോക്ക്. ക്രിയേറ്റ് അനദർ യൂണിക് സ്റ്റൈൽ ലെസൺ എക്സ്പ്ലനേഷൻ. ഐ വാണ്ട് ഇറ്റ് ടു ഫീൽ ഫ്രഷ്, ക്രിയേറ്റീവ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം ടിപ്പിക്കൽ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻസ്. മേക്ക് ഇറ്റ് എൻഗേജിങ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെമ്മറബിൾ ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ഓർക്കാനും ഒക്കെ പറ്റുന്ന ക്രിയേറ്റീവായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ ശൈലിയിലുള്ള ഒരു സാധനമാക്കി ഇതിനെ തരും. ദ മാജിക് നെയിം വേൾഡ് കണ്ടോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം, നൗണുമായിട്ട് ബന്ധപ്പെട്ട മൈ നെയിം ഈസ് ബോയ്. അതുകൊണ്ട് ബോയ് മാത്രം ബോൾഡ് ചെയ്ത് പറഞ്ഞതും അതിൻ്റെ അപ്പുറമൊക്കെ ചെയ്തു തന്നു. തീർന്നില്ല, ഇതിൻ്റെ മാജിക് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും മതി, ഇത്രയും മതി. ഞാൻ ഇതിനെ കോപ്പി എടുത്തു, ഇതിനകത്ത് കൊടുത്തിട്ട് പേസ്റ്റ് കൊടുക്കുകയാണ്. സോറി, പേസ്റ്റ് അല്ല, ക്രിയേറ്റ്. അത് ഇവിടെ ഉണ്ടാവും, നോയിക്കോട്ടെ. ഇതിനകത്തില്ല, ഞാൻ അഡീഷണൽ തരാണ്. ഈ സാധനത്തിനെ എനിക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ഇമേജ് ഓഫ് ദിസ്, എന്നിട്ട് ലൈക്ക്, അങ്ങനെയല്ല, ക്രിയേറ്റ് ഇമേജ് ലൈക്ക് ഒരു വർക്ക്ഷീറ്റ് പോലെ ഇരിക്കട്ടെ. ഒരു വർക്ക്ഷീറ്റ് മോഡലിൽ തയ്യാറാക്കി തരാൻ പറയാം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി തരുമെന്ന് നോക്കട്ടെ. വർക്ക്ഷീറ്റ് റീപ്ലേസ് ചെയ്ത് ക്ലാസ് റൂം നോട്ടെന്നോ ഒക്കെ കൊടുക്കാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. ഉദ്ദേശിച്ചതേ ഉള്ളൂ. നമുക്ക് ഒരെണ്ണം തയ്യാറാക്കി തന്നല്ലോ, അതിനെ ഒരു രസകരമായ, കുട്ടികൾക്ക് ചിത്രങ്ങൾ ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ നോട്ടിനെ ഒരു രസമായിട്ടുള്ള രീതിയിലാക്കി തരാൻ വേണ്ടി അതിനെ ഞാൻ അത്ര എടുത്ത് കോപ്പി എടുത്ത്, അതുമുതൽ ഇതുവരെ കോപ്പി എടുത്ത് അതിനെ ഒന്ന് ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഫ്രണ്ടിൽ അടിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. ഏതുപോലെ ലൈക്ക് വർക്ക്ഷീറ്റ് പോലെ തയ്യാറാക്കി തരാൻ പറഞ്ഞു. അത്രയും കണ്ടന്റ് മാത്രം കോപ്പി ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ വന്നേനെ. ക്രിയേറ്റ് മീ വർക്ക്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഇത് എല്ലാമൊക്കെ വന്നേ. നമുക്കൊരു പേജിനകത്ത് നിൽക്കണമല്ലോ. ഇതാ നെയിം ലാബ്.
നമ്മളൊരു രസകരമായ ഒരു വർക്ക്ഷീറ്റും അതിൻ്റെ അകത്ത് നൗണൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന്. ഓക്കെ, നമ്മളെ ടാസ്ക് 2 കഴിഞ്ഞു വളരെ വിജയകരമായി. നിങ്ങൾക്ക് ഒരുപാട് നോട്ടുകൾ പറഞ്ഞപ്പോൾ 2 സെക്കൻഡോ 3 മിനിറ്റോ കൊണ്ട് നമ്മളത് പറഞ്ഞെങ്കിലും സാധ്യതകൾ അനന്തമാണ്, അനന്തമാണ്. പറയൂ ടീച്ചർ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരൂ. യെസ്, ഇമേജ് എടുക്കുന്ന ഞാൻ ഇമേജ് എടുത്തത് എവിടെ നിന്നായിരുന്നു? ഇമേജ് എടുത്തത് ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ഗൂഗിൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. ഫോണായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. ലാപ്ടോപ്പ് ആയതുകൊണ്ട് എനിക്ക് ഗൂഗിൾ എടുത്താണ്. കാരണം ഇതിനകത്ത് ഇനി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് നോട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു നോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്ത് അതിനെ ഗാലറിയിൽ അറ്റാച്ച് അങ്ങനെയും ചെയ്യാം. ഞാനിതൊരു ഗൂഗിൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളേ. ഗൂഗിൾ തന്നെ ആശ്രയിക്കണമെന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് 4ൻ്റെ EVS യൂണിറ്റ് നോട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് കുറേ യൂണിറ്റ് നോട്ട് കിടപ്പുണ്ട്. ഈ യൂണിറ്റ് നോട്ട് എടുക്കുക. ഇത് വേദാന്തുവിൻ്റെയാണ്. വേദാന്തു ഇത് മുമ്പൊരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിന് ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. വേദാന്തുക്കാരുടെ നോട്ട് എടുക്കുക. അത് അവർ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വായിക്കാൻ പറ്റൂലേ സ്ക്രീൻ, അത് ഞാൻ കോപ്പി എടുത്തു. കോപ്പി ഇമേജ് അവർ തയ്യാറാക്കിയ റിവിഷൻ നോട്ട്സ് ആണേ. ഒക്കെ അത് നമുക്ക് ഇവിടെ നിന്ന് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തു. ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് സേവ് ചെയ്ത് കമ്പ്യൂട്ടറിലാക്കി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഗാലറിയിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അത്രയും ചെയ്യുന്നത് എളുപ്പ വഴി. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്തു. കമ്പ്യൂട്ടറിൽ കോപ്പിയായി. ഇനി നമ്മൾ ഇതിനെല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ട് ChatGPT വന്ന് പേസ്റ്റ് കൊടുത്തു. അപ്പോൾ അവിടെ പേസ്റ്റായി. എന്നിട്ട് എന്തോന്ന് പ്രോംപ്റ്റ് കൊടുത്തു? ഇമേജ് ടു ടെക്സ്റ്റ്. അത് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട്. ഇമേജ് ടു ടെക്സ്റ്റ് ഇത്രയും കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റ് അത്ര ഇമേജ് ആക്കും. നമുക്ക് ആവശ്യമുള്ള മാത്രമേ വരൂ, ആവശ്യമില്ലാത്ത ഒന്നും വരില്ല. റിവിഷൻ നോട്ട് ഇതാ വന്നു. 4ാം ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ നോട്ടാണ് തയ്യാറാക്കി തന്നത്. ഇതിൽ വേദാന്തു ഒന്നും വേണ്ട. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ട. അതിൻ്റെ അകത്ത് പ്രോംപ്റ്റ് ഏതാ? അടക്കം ക്രിയേറ്റ് അനദർ യുണിക് സ്റ്റൈൽ ലെസൺ എക്സ്പ്ലനേഷൻ. അവനെ ഞാൻ എടുത്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റ് കൊടുത്ത് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള അത്രയും കോപ്പി പേസ്റ്റ് കൊടുക്കും. അപ്പോൾ എന്ത് ഇതുപോലത്തെ മറ്റൊരെണ്ണം തയ്യാറാക്കി തരും, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള. ഈ മാജിക് എന്ന് പറയുന്ന വാക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണേ. ഇതിലൊക്കെ മാജിക് എന്ന് പറഞ്ഞ വാക്ക് വന്നുകൊണ്ടാണ് ഇതിലും മാജിക് വന്നു. ഇതൊരു ഫ്രഷ് ന്യൂ ചാറ്റ് എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ മാജിക് വരത്തില്ല. നമുക്ക് ന്യൂ ചാറ്റ് എടുത്തൊന്ന് ചെയ്യാം. കോപ്പി ChatGPT ന്യൂ ചാറ്റ് Ctrl+V. എന്ത് ടീച്ചറെ പ്രോംപ്റ്റ് കൊടുത്തത്? ഇമേജ് ടു ടെക്സ്റ്റ്. യെസ്, താങ്ക് യു. ഇമേജ് ടു ടെക്സ്റ്റ് എടുത്തു. ഇനി അതിനകത്ത് നിന്ന് നമ്മുടെ Day 1 കിടക്കുന്ന നമ്മുടെ പ്രോംപ്റ്റ് എടുത്ത് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇതിലാവശ്യമുള്ള അത്രയും സാധനത്തിനെ നമ്മൾ പിടിക്കണം. റിവിഷൻ നോട്ടൊന്നും ഞാൻ പിടിക്കുന്നില്ല. അത്രയും കോപ്പി എടുത്തു. ഇതിനകത്ത് ഒരു ബ്രാക്കറ്റ് കൊടുത്ത് അതിനകത്ത് ഇടാം. അപ്പം അതിന് ക്ലിയർ ആവും അത്രയാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നതാണ് എന്നുള്ളത്. ഫുഡ് ആൻഡ് ഫൺ എന്ന് പറഞ്ഞിട്ട് ദ മീൽ ദാറ്റ് ബ്രിങ്സ് ഹേർട്സ് ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് ഫുഡ് ആൻഡ് ഫൺ. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഇനിയും പ്രോംപ്റ്റിങ് നമുക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് കൂടുതൽ സയൻസ് ടീച്ചേഴ്സിന് കൂടുതൽ അറിയായിരിക്കും ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ സാധനങ്ങൾ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഇമേജ് നമുക്കൊന്ന് തയ്യാറാക്കാം. ക്രിയേറ്റ് ഇമേജ് എന്നിട്ട് അതിനകത്ത് ഒരു കാര്യം കൂടെ റിമെമ്പർ കിഡ്സ് ഫ്രണ്ട്ലി.
കിഡ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പം ചിത്രങ്ങൾ ഇൻക്ലൂഡ് റിലേറ്റഡ് ഇമേജസ്, കുറച്ച് റിലേറ്റഡ് ഇമേജും കൂടെ ആക്കി കിഡ്സ് ഫ്രണ്ട്ലി ആക്കി കൂടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. നമ്മളിപ്പോൾ ഒരു ആരോടത്തെങ്കിലും നമ്മൾ പറയില്ല, ഒരു നമ്മുടെ പണ്ട് അലാവുദ്ദീനും അത്ഭുത വിളക്ക് കൊണ്ട് അതിൽ വിളക്കിൽ ഇങ്ങനെ ഉരച്ചിട്ട് പറയണില്ലേ, ഇപ്പൊ ജീനി ഉണ്ടാക്കി തരുന്നു, അതേ ആ ഒരു പരിപാടി തന്നെയാണ്. ഇപ്പൊ സാധാരണ നിർദ്ദേശം കൊടുക്കുന്ന പോലെ അങ്ങ് കൊടുക്കുന്നു. നിർദ്ദേശം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആ വേണ്ട സാധനത്തിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അത്രേ അതിനകത്ത് ചെയ്യാനുള്ളൂ. 11:21, ഇനി 9 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. പിന്നെ നമ്മൾ റീഡിംഗ് കാർഡ് തയ്യാറാക്കും, മാത്സ് വർക്ക്ഷീറ്റ് തയ്യാറാക്കും, ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും, ഒരു ടീച്ചിങ് മാനുവലും കൂടെ തയ്യാറാക്കാം. സെക്കൻഡ് ഹാഫ് കുറച്ച് വേഗത്തിൽ പോവേ. ടീച്ചിങ് മാനുവൽ നമ്മൾ 2 തരം ടീച്ചിങ് മാനുവലാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ഇപ്പോൾ കുഞ്ഞ് ടീച്ചിങ് മാനുവൽ, നമുക്ക് 3-ാമത്തെ 4-ാമത്തെ ക്ലാസ്സിൽ നമ്മളൊരു പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കണം, സമഗ്രയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കണക്ക്. ബുള്ളറ്റ് ലിസ്റ്റ്, ഓ ശരി, പോട്ട് ക്രിയേറ്റ് എ ടീച്ചിങ് മാനുവൽ. ടീച്ചേഴ്സ് കോഴ്സിന് ചേർന്ന അബദ്ധമായിട്ട് വല്ലതും തോന്നാം? ഒരിക്കലും ഇല്ല. ഓക്കെ, ഫുഡ് ആൻഡ് ഫൺ എന്ന് പറഞ്ഞ ആ യൂണിറ്റും അതിൻ്റെ ഒരു ഇമേജ് സഹിതം നമുക്ക് തന്നു, കുട്ടികൾക്ക് ദഹിക്കുന്ന രീതിയിലുള്ള. ഞാൻ നമ്മുടെ ഇതിനകത്തോട്ടൊന്ന് സേവ് ചെയ്യാമേ. സേവ് ഇമേജ് അല്ലെങ്കിൽ കോപ്പി ഇമേജ് കൊടുത്തിട്ട് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് അതിനകത്ത് പേസ്റ്റ് കൊടുക്കുക. പ്രിപ്പോസിഷനൊക്കെ വന്ന് കിടക്കുകയാണ്. വെരി ഗുഡ്. മാത്സിൻ്റെ വർക്ക് തുടങ്ങി, മാത്സിൻ്റെ പറയണ്ടേ അപ്പം ടീച്ചർ, അതിന് മുമ്പ് ടീച്ചേഴ്സ് ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ്. ഗ്രാമർ, ഓ എനിക്ക് തോന്നുന്നു അവർ ആ പ്രോംപ്റ്റ് എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വെരി നൈസ്. അത്രേ ഉള്ളൂ, അതും പറ്റും, എല്ലാവർക്കും പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. ആ പ്രോംപ്റ്റ് എടുത്ത് വെച്ച് പേസ്റ്റ് ചെയ്താൽ മതി, ആ മാത്സിൻ്റെതും. അപ്പോൾ ഒന്ന് നോക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മളെ കണ്ട അതിനകത്ത് ഈ ആ നമ്മൾ തന്ന നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇനി നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് തെറ്റ് വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കി കൺഫേം കൊടുത്താൽ മാത്രം മതി. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് താഴെ തന്നെ പ്രോംപ്റ്റ് കൊടുത്തതിനെ നമുക്ക് മാറ്റാൻ പറ്റും വളരെ ഈസി ആയിട്ട്. മലയാളം ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ കുഴപ്പമില്ല, അല്ലാത്തവർ ഇത്തിരി പാടുപെടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കിടക്കാം. നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് നോക്കിയേ? ഒരു എയുടെ സഹായത്തോടെ ഒരു സ്റ്റോറി തയ്യാറാക്കി അതിൻ്റെ ഇമേജ് ഉണ്ടാക്കി ക്ലാസ് നോട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ഒരു ക്ലാസ് നോട്ട് തയ്യാറാക്കി. ഇതിൻ്റെ സാധ്യത അനന്തമാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്ത് കാര്യം നമുക്കുണ്ടോ അതിൻ്റെ ഒരു എത്രയോ ഇരട്ടിയായിട്ടുള്ള കണ്ടന്റ് ആക്കി തരണം എന്ന് പറയുമ്പോൾ നമുക്കത് വെച്ച് തയ്യാറാക്കാൻ പറ്റും. ഇനി അടുത്ത് റീഡിംഗ് കാർഡ്. റീഡിംഗ് കാർഡ് കുറച്ച് എളുപ്പമുള്ള തന്നെ, വേറെ സിമ്പിളൊന്നും പരിപാടിയൊന്നുമില്ല. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ചാറ്റ് GPT പുതിയ ഫ്രഷ് ആയിരിക്കുക, മെമ്മറി ഫ്രഷ് ആവാൻ വേണ്ടി ന്യൂ ചാറ്റ് കൊടുത്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്യണേ. എന്താ പറയണേ? റീഡിംഗ് കാർഡ് ഓഫ് എ മാംഗോ ആൻഡ് ഐ നീഡ് ഫയൽ. 5 ലൈനുള്ള ഒരു മാംഗോയുടെ റീഡിംഗ് കാർഡ് തയ്യാറാക്കാൻ പറയണം. 5 നമുക്ക് 10 15 ഒക്കെ ആക്കാം, ആവശ്യത്തിനനുസരിച്ച്. ഇനി മാംഗോ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓറഞ്ച് കൊടുക്കുകയോ പൈനാപ്പിൾ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനെ നമുക്കിനി എന്താക്കണം? ഒരു വർക്ക്ഷീറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ക്രിയേറ്റ് മീ
create image, an image of this worksheet എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇപ്പം ഞാൻ കോപ്പി ചെയ്തില്ലേ അത് അത്ര എടുത്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെ ഒരു മാംഗോയുടെ ഒരു വർക്ക്ഷീറ്റ് ആക്കി തരും. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാംഗോ മാത്രമല്ല, ഒരുപാട് ഫ്രൂട്ട്സ് വേണേ. എല്ലാം മാംഗോ ആയാലും രസമില്ല. അനിമൽസ് വരാം, ട്രീസ് വരാം. വരട്ടെ വേഗം. ഇത് വന്നിട്ട് നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാമേ, ഒരു 5 മിനിറ്റ്. എസ് മാംഗോയുടെ വന്നു. ഇതിനകത്ത് വന്നുകൊണ്ടാണ് ഈ ഓലാപ്പ് എന്ന് പറയുന്ന എംബ്ലം വന്നത്. നമ്മൾ സ്ഥിരം ഓലാപ്പുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് അതിനകത്ത് ChatGPT ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വരത്തില്ല. എങ്ങനെയാ സേവ് ചെയ്യുക? സേവ് കൊടുക്കുക, നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുക ഒക്കെ ചെയ്ത് അങ്ങ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ആണേ. ഓക്കെ സർ. ഓക്കെ.